ആകാശത്തു നിന്ന് വന്ന രാജീവ് ചന്ദ്രശേഖരനും ഭൂമിക്കടിയിൽ നിന്ന് ഉയർന്നു വന്ന വി ഡി സതീശനും തമ്മിൽ വാക്പോര്. എൻ്റെ പാർട്ടിയെ വല്ലതും പറഞ്ഞാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വല്ലതും പറഞ്ഞാൽ ഞാൻ വേറെ പലതും പറയും. ഞാൻ അടുക്കള രഹസ്യങ്ങൾ പുറത്തുവിടും. 3 പ്രാവശ്യം ആരുടെ നോമിനിയായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്? മന്ത്രിസഭയിലല്ല, എം പി ആയത് രാജ്യസഭയിൽ നിന്ന് കർണാടകത്തിൽ. അദ്ദേഹം നൂലിൽ കെട്ടിയിറങ്ങിയ, ഫ്ലൈറ്റ് വഴി നൂലിൽ കെട്ടിയിറങ്ങിയ ആളാണ്. ഞങ്ങൾ KSUയിലൂടെ, യൂത്ത് കോൺഗ്രസിലൂടെ പിന്നെ രാഷ്ട്രീയത്തിലെത്തി ഗ്രൂപ്പ്, തല്ല്, അടി, അട്ടഹാസം, വിസ്മയം സകലതും നടത്തി കയറി വന്ന ആളാണ്. അതുകൊണ്ട് ഞങ്ങളെ ഉടുക്ക് കൊട്ടാൻ പഠിപ്പിക്കരുത്. കൊല്ലക്കുടിയിൽ സൂചിക്കച്ചവടം വേണ്ട മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. നല്ല വാക്പോരാണ് നടക്കുന്നത്. അതിനിടയിലാണ് അമ്മയാണ് ഞങ്ങൾക്ക് പാർട്ടി, അമ്മയെ തൊട്ടാൽ, അമ്മയെ കളഞ്ഞിട്ട് പോയാൽ ഞങ്ങൾ ചെറ്റയെന്നും പരനാറിയെന്നും വഴിപോക്കനെന്നും കൂതറയെന്നും പരമചെറ്റയെന്നും കുലംകുത്തിയെന്നും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വിളിക്കും. വേണ്ടി വന്നാൽ ഞങ്ങൾ 51 വെട്ടും. 52ലേക്ക് ഞങ്ങൾ 51 വെട്ടിയിട്ട് കത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേണ്ടെങ്കിൽ 52 വെട്ടും. അല്ലെങ്കിൽ ഞങ്ങൾ വെടിവെക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ബോംബിടും. ഇപ്പോൾ കണ്ടില്ലേ, കുഞ്ഞുകൃഷ്ണൻ എന്ന് പറയുന്ന CPMൽ നിന്ന് പിരിഞ്ഞു പോയ ജില്ലാ കമ്മിറ്റി അംഗമായ കുഞ്ഞുകൃഷ്ണന് പാർട്ടി അവിടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസും കെട്ടാൻ ഒരു വീട് കൊടുത്തു, ആരോ വാടകയ്ക്ക് സ്ഥലം കൊടുത്തു. ആ സ്ഥലത്ത് കെട്ടിയിരുന്ന ഈ സംവിധാനങ്ങളെയൊക്കെ, ഷെഡിനെയൊക്കെ ആ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പം നല്ല രസകരമാണ്. അതുപോലെ സുധാകരൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ പോസ്റ്റർ ബഹളമാണ്. സുധാകരൻ വർഗവഞ്ചകനാണ്. അപ്പോൾ വാക്പോരെന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ. അതിൽ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന വാക്പോരെന്ന് പറയുന്നത് വി ഡി സതീശൻ വേഴ്സസ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖറാണ്. മരുമകനെ എന്തുകൊണ്ട് ഇതിൽ കയറ്റിയില്ല, ഈ NHൻ്റെ പരിപാടിക്ക് കയറ്റിയില്ല, വിഴിഞ്ഞത്ത് കയറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് പ്രധാനമന്ത്രിയെ കുറ്റം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മരുമകനെ പറഞ്ഞതെന്ന് രാജീവ് ചന്ദ്രശേഖർ. പാർട്ടിയെ തള്ളിപ്പറഞ്ഞ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള, അതുപോലെ രാഹുൽ ഗാന്ധിയെ പപ്പു എന്നും, രാഹുൽ ഗാന്ധി കള്ളനാണെന്നും കൊള്ളക്കാരനാണെന്നും, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ, ഇന്ത്യയിലാകെ വേരുകളുള്ള പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് മോശമായി പറഞ്ഞാലും ഞങ്ങൾ പ്രതികരിക്കുമെന്നാണ് ആര് പറയുന്നത്? വി ഡി സതീശൻ പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ ഇറങ്ങാൻ കിടക്കുന്നേ ഉള്ളൂ, K മുരളീധരൻ വരാനിരിക്കുന്നേ ഉള്ളൂ. അവരെല്ലാം അടുത്ത കഥാപാത്രങ്ങൾ വരികയാണ്. സണ്ണി ജോസഫ് വരാൻ സാധ്യതയുണ്ട്, അടൂർ പ്രകാശ് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പല നായകന്മാരും വരാം. പിന്നെ ചെറുപ്പക്കാർ പലരും രാഹുൽ മാങ്കൂട്ടത്തിൽ വരാൻ നിൽക്കുന്നുണ്ട്. എന്തിന് നമ്മളെ പിന്നെ സന്ദീപ് വാര്യർ വരാനുണ്ട്. സന്ദീപ് വാര്യർ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു ഈ വിശേഷം, രാജീവ് ചന്ദ്രശേഖരനെ തെറി പറയാനായിട്ട്. അപ്പം നല്ല രസകരമായിട്ടുള്ള വാക്പോരുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. അത് തന്നെ ഒരു ഡിക്ഷണറിക്കുള്ള സ്കോപ്പുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു പിണറായി മെമ്മോറിയൽ എന്ന് പറയാൻ പറ്റില്ല, പിണറായി ഡിക്ഷണറി എന്ന് പറഞ്ഞൊരു ഡിക്ഷണറി ഇറക്കിയാൽ ഈ വാക്കുകളുടെ ഒരു പരമ്പര തന്നെ, വളരെ മനോഹരമായ രീതിയിലുള്ള വാക്പോരുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിക്കുക, തള്ളയ്ക്ക് വിളിക്കുക, പിന്നെ വീട്ടുകാരെ തിരക്കുക, നാട്ടുകാരെ തിരക്കുക, അങ്ങനെയുള്ള മനോഹരമായ വാക്കുകളുണ്ട്, വാക്പോരുണ്ട്. ഇത് രസകരമാണ്. ഇപ്പോൾ അവസാനമായി എത്തി നിൽക്കുന്നത് വി ഡി സതീശൻ വേഴ്സസ് രാജീവ് ചന്ദ്രശേഖറാണ്. വി ഡി സതീശൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു നൂലിൽ കെട്ടി ഇറങ്ങിയതാണെന്ന്. പക്ഷേ അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വരും, ഞാൻ നൂലിൽ കെട്ടി ഇറങ്ങിയെങ്കിലും 15-20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇറങ്ങി നൂലിൽ കെട്ടി, ഇന്നലെ ഇറങ്ങിയതല്ല. രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ വി ഡി സതീശൻ വേറെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് മുണ്ടുടുക്കാൻ അറിഞ്ഞൂടാ, മലയാള ഭാഷ, അതൊക്കെ ഒരു വിധം ഇപ്പം മുണ്ടുടുക്കാനും പഠിച്ചു, മലയാള ഭാഷയും പഠിച്ചു. അത് രാജീവ് ചന്ദ്രശേഖർ പഠിച്ചു. പക്ഷേ ഇനി നൂലിൽ കെട്ടി ഇറങ്ങിയതല്ല എന്ന് പറയാൻ ഇനി ഒന്നേന്ന് കെട്ടിയിറങ്ങാൻ പറ്റത്തില്ല. ഒന്നേന്ന് പോയി ABVPയിലും സംഘപരിവാറിൻ്റെ ശാഖയിൽ പോയി ABVP കയറി യുവമോർച്ചയിലൂടെ വരാൻ രാജീവ് ചന്ദ്രശേഖരന് പറ്റത്തില്ല. ആകപ്പാടെ ഇനി മുകളിൽ ഇറങ്ങിയതേ പറ്റത്തുള്ളൂ. എന്തായാലും രസകരമാണ് ഇവരുടെ ഈ വാക്ധോരണികൾ കേൾക്കാൻ. വാക്ചാതുര്യത്തോടു കൂടി ഈ ചാനലുകളിൽ ഇരിക്കുന്നവരാണ് തോണ്ടുമ്പോൾ നല്ല ചാട്ടുളി പോലത്തെ വാക്കുകളുമായിട്ട് നേതാക്കൾ വരും. നമ്മളെപ്പോലുള്ളവർക്ക് ഭയങ്കര ഹരമാണ്. ഇത് കേട്ടോണ്ടിരിക്കുക, ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഇനിയിപ്പോൾ അടുത്തൊരു 10-20 ദിവസം ഇത് കഴിക്കുക. നല്ല രസമല്ലേ? രാത്രി ഇറങ്ങുന്നതിന് മുമ്പ് ഈ വാക്ചാതുര്യവും വാക്പോരാട്ടവും ഈ വാഗ്ധോരണികളും ഈ വാഗ്വാദങ്ങളും ഈ തന്തയ്ക്ക് വിളികളും തള്ളേപ്പറച്ചിലുകളും ആയിക്കഴിഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ എന്തൊരു സുഖമാണെന്നറിയാം. ഒരു ജ്യൂസ് കുടിച്ച സുഖമുണ്ട്. അപ്പോൾ എന്തായാലും മനോഹരമായിരിക്കുന്നു. നമ്മുടെ 2 നേതാക്കളും നിങ്ങൾ രാഷ്ട്രീയം പറയൂ. നിങ്ങൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായ കാര്യങ്ങൾ പറയാതെ, പാർട്ടിയുടെ അസ്തിത്വങ്ങളെ ചോദ്യം ചെയ്യാതെ, നിങ്ങൾ നൊണേശനെന്ന് പിന്നെ പറയുന്നത് വി ഡി സതീശനെ കുറിച്ച് പറയുന്നത് നൊണേശൻ എന്നാണ്.
അപ്പോൾ വി ഡി സതീശൻ പറയുന്നു ഏറ്റവും വലിയ നുണ പറയുന്ന ആൾ ഗോവിന്ദ മാഷാണെന്നാണ്. എന്തിനാണ് നിങ്ങൾ വ്യക്തിപരമായ കാര്യം, നിങ്ങൾ ആശയപരമായ പോരാട്ടം നടത്തൂ, നിങ്ങൾ രാഷ്ട്രീയമായ കാര്യങ്ങൾ പറയൂ, അത് കേൾക്കാൻ. പക്ഷേ ഞങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടത് ഈ രാഷ്ട്രീയവും ആശയവും തത്വവും ഒന്നുമല്ല, ഞങ്ങൾക്ക് വേണ്ടത് ഈ മസാലയാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കടുപ്പം കൂട്ടി അടിച്ചോളൂ, മാക്സിമം മസാല അടിച്ചോളൂ. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് നിങ്ങളുടെ തള്ള്. രാജീവ് ചന്ദ്രശേഖർ ഇനിയിപ്പോൾ അടുത്ത തള്ളു വരും, വി ഡി സതീശൻ്റെ തള്ളും വരും. എന്തായാലും രണ്ടുപേരുടെ തള്ളും വരുന്നു. ഇതിനിടയിൽ പിണറായി വിജയനും ഒട്ടും മോശമല്ല എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ വകയും വന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ചില ആളുകൾ ചട്ടം കെട്ടി നിൽപ്പുണ്ട്. പി സി ജോർജ് ഇപ്രാവശ്യം കുറച്ച് തള്ള് കുറച്ചിട്ടുണ്ട്. എങ്ങനെയും ജയിക്കണം എന്നുള്ള ഒരു പക്വതയിലേക്ക് പി സി ജോർജ്, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് തള്ളേണ്ടതായിരുന്നു, വന്നിട്ടുണ്ട്. അതേസമയം ഇനിയിപ്പോൾ ചാനൽ ചർച്ചകളിൽ കുറേ ആളുകൾ വന്നിരുന്ന് തള്ളും. ഇന്ന് വൈകുന്നേരങ്ങളിൽ നാളെയായിട്ട് അന്തിച്ചർച്ചകളിൽ ഇതിൻ്റെ ബാക്കി പത്രമായിട്ടുള്ള തള്ളുകൾ നമുക്ക് കേൾക്കാം. എന്തായാലും ചാനലുകളും പത്രങ്ങളും എല്ലാവരും കൂടി തള്ളിമറിച്ച് വാഗ്ധോരണികളിലൂടെ ജനങ്ങളുടെ ജനകീയ പ്രശ്നം തള്ളിപ്പോകും. ശബരിമല വിഷയമായിരുന്നു പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ വലിയ വിഷയമായി നിന്നത്, ബാക്കിയെല്ലാം മറിഞ്ഞുപോയി. അതുപോലെ ഈ ചക്കളത്തി പോരാട്ടവും അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനെയും അമ്മയും പറഞ്ഞ് കളിക്കുന്ന പണി നിർത്തി കേരളത്തിൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരുടെ തൊഴിൽ, ഇവിടുത്തെ കയർ, കശുവണ്ടി, കൈത്തറി, അംഗൻവാടി, ആശാ വർക്കേഴ്സ്, നഴ്സുമാർ, അതുപോലെ തന്നെ കോളേജിൽ മാനേജ്മെൻറ്റിൽ കോളേജിൽ പഠിപ്പിക്കുന്നവർ, ടെക്സ്റ്റൈൽസിൽ നിൽക്കുന്നവരടക്കമുള്ള വനിതകളുടെ, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ, തീരദേശത്തിൻ്റെ പദ്ധതി, കാട് മുതൽ കടൽ വരെ സംരക്ഷിക്കാനുള്ള പദ്ധതികളെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയൂ. മിസ്റ്റർ പിണറായി വിജയൻ, മിസ്റ്റർ വി ഡി സതീശൻ, മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയം നിങ്ങൾ തീരദേശം മുതൽ മലയോരം വരെയുള്ള ജനങ്ങളുടെ ജീവിത പ്രശ്നം പറയൂ, അടിസ്ഥാന വികസനത്തെക്കുറിച്ച് പറയൂ, ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയൂ, പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയൂ, ജനങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയൂ, വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയൂ, ഇവിടുത്തെ സ്ത്രീകളുടെ തൊഴിലിനെക്കുറിച്ച് പറയൂ, സുരക്ഷയെക്കുറിച്ച് പറയൂ, പോപ്സോ കേസുകൾ കുറയ്ക്കുന്നതിനെക്കുറിച്ച് പറയൂ, സ്ത്രീ ബലാത്സംഗങ്ങൾ കുറയ്ക്കുന്നതിനെക്കുറിച്ച് പറയൂ. അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു സാമൂഹ്യ സുരക്ഷയും സാമൂഹ്യ ക്ഷേമവും വികസനവും പറയൂ. അതിന് പകരം നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മസാല വാക്കുകളാണ്, മസാല പരിപാടികളാണ്. ഇതിൽ മലയാളിക്ക് ഒരു താല്പര്യവുമില്ല. പെട്ടെന്നൊരു വേടൻ്റെ പാട്ട് കേൾക്കും പോലെ, അല്ലെങ്കിൽ ചില ചേട്ടന്മാരുടെ സോഷ്യൽ മീഡിയ പിന്നെ എന്താണ് വാക്കുകളോ പ്രചരണങ്ങളോ കാണുന്ന കമൻറ്റുകളോ കാണുന്ന പോലെ നൈമിഷികമാണ്. നിങ്ങൾ യഥാർത്ഥ വിഷയത്തിലേക്ക് വരൂ. നൂലിൽ കെട്ടിയിറങ്ങിയാലും പാലത്തിൻ്റെ അടിയിൽ നിന്ന് ഒഴിച്ചു വന്നാലും കടലിൻ്റെ അടിയിൽ ഉയർന്നു വന്നാലും രാഷ്ട്രീയം പറയണം. രാഷ്ട്രീയമാണ് നമുക്ക് കേൾക്കാൻ ഇഷ്ടം. ഈ ചക്കളത്തി പോരാട്ടം നിങ്ങൾ ഒഴിവാക്കുക. അതിനിടയിൽ കോടിക്കണക്കിനോ വീണ്ടും കടമെടുക്കാൻ കേരളം തീരുമാനിച്ചു. ഇത് കേരളത്തിൽ ആർക്കും വാർത്തയേ അല്ല.